ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. യേശു പറഞ്ഞു, എന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വേണ്ടിയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവം നമുക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്നത് വചനമായി അവിടുന്ന് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് 100 മേനി ബലം പുറപ്പെടുവിക്കാനാണ്. യാക്കോസ്ലിയുടെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അവ അനുവർത്തിക്കുന്നവർ കൂടിയാകുവിൻ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ വചനം കേൾക്കുകയും അത് ഹൃദയത്തില് തൽക്കാലത്തേക്ക് മാത്രം സ്വീകരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അത് നമ്മളിൽ മാംസം ധരിക്കാതെ പോകുന്നു. ഈ അവസ്ഥയിൽ നമുക്കൊരിക്കൽ പോലും ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുവാനോ ദൈവ തിരുവചനം മറ്റുള്ള മക്കൾക്ക് പങ്കുവെക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. ഈ വരുന്ന നിമിഷങ്ങളില് യേശുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് 100 മേനി ബലം പുറപ്പെടുവിക്കുന്നതിനു വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ അഭിഷേകം നമുക്ക് ഈ നിമിഷം യാചിക്കാം. ഹൃദയത്തില് നമുക്ക് യേശുവിനെ സ്തുതിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങള്. പല പട്ടണങ്ങളിൽ നിന്നും വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുളി ചെയ്തു, വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകളയുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ബലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മള് ധ്യാനിക്കാൻ പോകുന്നത് തിരുവചനത്തെ കുറിച്ചാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുനാഥന് ഈ ഉപമ തന്റെ ചുറ്റും കൂടിയിരുന്നവരോട് പറയുമ്പോൾ ഈ 2000 വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ദൈവം വിതച്ച വിത്ത് എത്രമാത്രം ഫലം പുറപ്പെടുവിച്ചു എന്നുള്ളത് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. കാരണം ഇവിടെ വിതക്കാരൻ വിതച്ച വിത്ത്, വചനമാകുന്ന വിത്ത്, 4 തരത്തിലുള്ള നിലത്താണ് അത് വീണത്. ആ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് മാത്രമേ അതിനെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഈ ആധുനിക യുഗത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ എത്രമാത്രം ധ്യാന കേന്ദ്രങ്ങളുണ്ട് എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ സ്ഥലങ്ങളിലും 2-3
ധ്യാന കേന്ദ്രങ്ങള് പ്രവർത്തിക്കുന്നു. ഈ ഓരോ ധ്യാന കേന്ദ്രങ്ങളിലേക്കും ധാരാളം ആൾക്കാർ ആഴ്ചകൾ തോറും കടന്നു എന്ന് ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്നു. ഈ വിതയ്ക്കപ്പെടുന്ന വചനം ശരിയായ രീതിയിൽ ദൈവമക്കൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കേരളം ഇന്ന് സ്വർഗതുല്യമാകുമായിരുന്നു. എന്നാൽ ഓരോ പ്രഭാതത്തിലും നമ്മൾ ഉണർന്ന് വാർത്തകള് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ സ്വതം കുമാരയുടെ കാലഘട്ടത്തിലേക്കാളും അധപതിച്ച ജീവിതമാണ് മനുഷ്യൻ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിതയ്ക്കപ്പെടുന്ന വചനം കടന്നു ചെല്ലുന്ന മനുഷ്യരിൽ ബലം പ്രകടിച്ചിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, തീർച്ചയായും ഇന്ന് അനേകായിരങ്ങള് ദൈവത്തിന് സാക്ഷ്യമേകുന്നവരായിട്ട് ജീവനിലേക്ക് കടന്നു വരേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ സംജാതമായിട്ടുള്ളത്? യേശു നമ്മളോട് പറഞ്ഞ വചനത്തിൽ പറയുന്നു, ദൈവം വിതച്ച വചനത്തിന്റെ വിത്ത് ചിലത് വഴിയരികിൽ വീണു എന്ന്. അത് പക്ഷികൾ വന്ന് കൊത്തി തിന്നു, അതിൽ കടന്നുപോയവരത് ചവിട്ടി മെതിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. വഴിയാകുന്ന യേശുവിലേക്ക് കടന്നു വരാതെ വഴിയരികിൽ വീണ വിത്തുകൾക്ക് ഒരിക്കലും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വിശ്വാസരാഹിത്വം കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങളിൽ വിധിക്കപ്പെട്ട വിത്ത് പിശാചി വന്ന് അപഹരിച്ചു കൊണ്ടുപോയതുകൊണ്ട് ആ കൂട്ടർക്ക് വചനത്തിനനുസൃതമായി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിച്ചില്ല. രണ്ടാമത്തെ കൂട്ടരെ നമ്മൾ ഇവിടെ കാണുന്നത് പാറപ്പുറത്ത് വീണ വിത്തിനെ ഉപമിച്ചുകൊണ്ടാണ് ഈശോ പറയുക. വളരെയധികം കഠിന ഹൃദയത്തോടു കൂടിയുള്ള അവസ്ഥയിൽ പൂർണ്ണമായി ഹൃദയം ഒരുക്കപ്പെടാതെ വചനം സ്വീകരിക്കുമ്പോൾ വചനം കേൾക്കുന്ന മാത്രയിൽ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ആഴത്തിൽ വേരുകളില്ലാത്തതിന്റെ പേരിൽ അവൻ വീണ്ടും തന്റെ പഴയ ജീവിതത്തിലേക്ക് വീണു പോകുന്ന അവസ്ഥ. മൂന്നാമത്തെ കൂട്ടരെ ഇവിടെ നമ്മൾ ഉപമയിൽ പറയുന്നത് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തുകളെ കുറിച്ചാണ്. വചനം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ ജീവിതത്തില് കുറെ കാലം ആ വചനം അനുസരിച്ച് അവൻ ജീവിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഒക്കെയായി തയ്യാറാകുന്നുണ്ട്. എങ്കിലും തന്റെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങള്, തകർച്ചകള്, വേദനകളെല്ലാം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം മുറുകെ പിടിക്കുന്നതിന് പകരം ഈ പ്രലോഭനങ്ങളും ലൗകിക വ്യഗ്രതകളും സുഖഭോഗങ്ങളിലേക്കെല്ലാം വീണുപോയിക്കൊണ്ട് വചനത്തിൽ നിന്നും അകന്നുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ. നാലാമതായിട്ട് തിരുവചനം നമ്മളോട് പറയുന്നു, നല്ല സ്ഥലത്ത് വീണ് വിത്തുകള് 100 മേനി ബലം പുറപ്പെടുവിച്ചു എന്ന്. പ്രിയമുള്ളവരെ, ഈ 100 മേനി ബലം പുറപ്പെടുവിച്ചു അവരെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അവരുടെ ഹൃദയം അവര് വേണ്ട രീതിയിൽ ഒരുക്കിക്കൊണ്ടാണ് വചനം സ്വീകരിക്കുവാനായിട്ട് കടന്നു വന്നത്. നമ്മള് കൃഷി ഇറക്കുമ്പോൾ ആ നിലമെല്ലാം ശരിയായ രീതിയിൽ കളച്ചൊരുക്കി കളകളെല്ലാം നീക്കി നല്ല രീതിയിൽ മണ്ണിളക്കി അതിൽ വിത്ത് വിതച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് നാമ്പെടുക്കുകയും അത് നല്ല രീതിയിൽ വളർന്നു കയറുന്നു. എന്നാൽ കുറച്ചു കാലത്തേക്ക് നമ്മൾ ആ കൃഷിയിടങ്ങളെ ശ്രദ്ധിക്കാതെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണുവാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള കളകള് അവിടെ മുളച്ചു പൊന്തി ആ വിത്തുകളെ അല്ലെങ്കിൽ ആ ചെടികളെ അത് ഞെരുക്കിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് വരാം. അപ്പോൾ പ്രിയമുള്ളവരെ, വചനം നമ്മൾ കേട്ടുകൊണ്ട് വചനം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാല് ആ വചനത്തിലൂടെ ജീവിതകാലം മുഴുവനും നമ്മൾക്ക് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ തിരുസഭ നമുക്ക് അനുശാസിച്ചിട്ടുള്ള കൂദാശകളുടെ സ്വീകരണം, വിശുദ്ധ ബലി, കുംഭസാരം മുതലായിട്ടുള്ള കൂദാശകളുടെ സ്വീകരണത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ എപ്പോഴും ഒരുക്കിക്കൊണ്ട് വചനത്തിന് പ്രത്യുത്തരം നൽകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തില് വചനത്തിന്
ബലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എസെക്കിയേലിന്റെ പുസ്തകം 33-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു: അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും, എന്റെ ജനമെന്ന പോലെ നിന്റെ മുന്നിൽ ഇരിക്കും, നിന്റെ വാക്കുകൾ അവർ ശ്രവിക്കുകയും ചെയ്യും. എന്നാൽ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. കാരണം തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ട ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് PFATA കൂട്ടായ്മയിലേക്ക്, ഈ കൂട്ടായ്മ തുടങ്ങിയ കാലം മുതലേ മുടങ്ങാതെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ധാരാളം മക്കളുണ്ട്. അതുപോലെ ഓരോ ധ്യാന കേന്ദ്രത്തിലേക്കും പലതവണ ധ്യാനങ്ങളൊക്കെ കൂടുവാനായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. എന്നാൽ നമ്മൾ ഓരോ തവണയും കടന്നു ചെല്ലുന്നതിനനുസരിച്ച്, നമ്മൾ ശ്രമിക്കുന്ന വചനത്തിനനുസരിച്ച് നമ്മൾക്ക് വളരുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തില് നമ്മുടെ ഹൃദയത്തില് വചനത്തിന്റെ വിത്ത് വിളഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരു നിമിഷം നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. യേശു മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യത്തില് യേശു പറയുന്നുണ്ട്, ഫരിസേയരെ നോക്കി പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കുന്നതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വചനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നതെന്ന് യേശു ഫരിസേയരെ നോക്കി പറഞ്ഞ ആ തിരുവചനമാണ് ഇവിടെ. ഫരിസേയരെ നമുക്കറിയാം, അവർ യഹൂദന്മാരുടെ നിയമങ്ങളെല്ലാം വള്ളിപുള്ളി വിടാതെ അനുഷ്ഠിക്കുന്നവരാണ്. അവരുടെ ഈ അനുഷ്ഠാനങ്ങളൊന്നുമല്ല പ്രധാനപ്പെട്ടത്, മറ്റുള്ളവരോട് കരുണാപൂർവ്വമുള്ള പെരുമാറ്റം, വചനം സ്വീകരിച്ചുള്ള പെരുമാറ്റമാണ് എന്ന് അവർ തിരുത്തുന്നതിന് വേണ്ടിയാണ് യേശു ഈ വചനം അവരോട് പറഞ്ഞത്. അവർ പലപ്പോഴും വളരെ കഠിന ഹൃദയമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോ പലപ്പോഴും വളരെ കഠിനമായി തന്നെ അവരെ വിളിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. വെള്ളയടിച്ച കുഴിമാടങ്ങളെ, അന്ധന്മാർ അന്ധനെ നയിക്കുന്നില്ല, കുരുടന്മാർ അന്ധനെ നയിക്കുന്നു എന്നൊക്കെ ഈശോ വളരെ കഠിനമായി തന്നെ വചനത്തിലൂടെ ഫരിസേയരെ ശാസിക്കുന്നതായി നമുക്ക് കാണാം. ഈ തരത്തിലുള്ള ശാസനകളെല്ലാം സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന തരത്തില് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തിരുവചനം എന്താണെന്ന് ശരിയായ രീതിയിൽ നമ്മൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റിയതെന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട്. എന്താണ് വചനം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് സൃഷ്ടികർമ്മത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, അത് അന്ധകാരം നിറഞ്ഞതായിരുന്നു. ദൈവം തന്റെ വചനം അയച്ചു, ഇങ്ങനെ പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. ദൈവത്തിന്റെ ജീവനുള്ള വചനം ചൊരിഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് പ്രകാശം കടന്നു വരികയും ഭൂമിയിലെ അന്ധകാരം നീക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ശൂന്യമായ രൂപരഹിതമായ ഭൂമി മനോഹരമായ ഒരു പ്രപഞ്ചമായി മാറ്റപ്പെട്ടു. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് സ്നേഹം തന്നെയായ ദൈവത്തിന്റെ ആ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഇന്ന് ആ സ്നേഹം മറന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എങ്കിൽ ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ രൂപരഹിതമായ അവസ്ഥയിൽ നിന്നും
ആത്മാവും ജീവനുമായ വചനം നിറഞ്ഞ ഒരു മനസ്സുള്ള ഹൃദയം നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ, തിരുവചനത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവിക ജീവനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. തിരുവചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനമായ ദൈവിക വെളിപാടിന്റെ ഉറവിടമാണ് തിരുവചനം. ഓരോ ക്രൈസ്തവന്റെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ദൈവിക വെളിപാടിന്റെ ഉറവിടമാണ് തിരുവചനം. അപ്പോൾ ഈ തിരുവചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആ ദൈവിക വെളിപാട് നമുക്ക് മനസ്സിലാക്കുവാനും സ്നേഹം തന്നെയായ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ തിരുവചനത്തിലൂടെ ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യാം. 2 തിമോഥെയോസ് 3:16 തിരുവചനത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവ നിവേശിതമാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബൈബിൾ ദൈവ നിവേശിതം എന്ന് പറയുമ്പോൾ ഇത് എഴുതപ്പെട്ടത് ദൈവത്തിന്റെ ശിഷ്യന്മാരിലൂടെ ആണെങ്കിലും അവരുടെ ബുദ്ധിയോ ഭൗതികമായ അറിവിൽ നിന്നും ഒന്നുമല്ല തിരുവചനം എഴുതപ്പെട്ടത്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താല് ദൈവനിർദ്ദേശിതമായിട്ട് എഴുതപ്പെട്ട തിരുവചനം ഇത് ദൈവം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ആദിയിൽ വചനമുണ്ടായിരുന്നു, അത് ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. തിരുവചനത്തിൽ നമ്മൾ ഈ കാണുന്ന ഓരോ വചനവും ദൈവിക സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതാണ്. ഈ ദൈവിക സാന്നിധ്യം നിറഞ്ഞ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ബൈബിൾ, വിശുദ്ധ ബൈബിളിലൂടെ ദൈവത്തെ കാണുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് വചനം നമ്മളിൽ വിളഞ്ഞു എന്ന് നമുക്ക് പറയുവാൻ, ഫലം പുറപ്പെടുവിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 2-ാം വത്തിക്കാൻ കൗൺസിൽ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സഭ ദൈവത്തിന്റെ തിരുശരീരത്തെ വണങ്ങുന്നത് പോലെ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും വണങ്ങുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയില് വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്, തിരുസഭ യേശുവിന്റെ തിരുശരീരത്തെ വണങ്ങുന്നത് പോലെ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെയും വണങ്ങുന്നത്. സ്നേഹപിതാവായ ദൈവം തന്റെ അതീവ സ്നേഹം നമുക്ക് ചൊരിഞ്ഞുകൊണ്ട് ദൈവമക്കളായ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ ഉറ്റുനോക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെയാണ്, അല്ലെങ്കിൽ വിശുദ്ധ തിരുവചനത്തിലൂടെയാണ്. ഈ വിശുദ്ധ തിരുവചനത്തിലൂടെയാണ് ദൈവം നമ്മളുമായിട്ട് ഓരോ ദിവസവും സംസാരിക്കുക. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളിൽ എത്ര പേര്, ഇന്ന് നമ്മൾ ക്രൈസ്തവരാണെങ്കിലും നമ്മളിൽ എത്ര പേര് വിശുദ്ധ ബൈബിള് ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് ആ വചനം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്? നമ്മൾ വർഷങ്ങളായിട്ട് ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ നമ്മളിൽ എത്ര പേര് ഈ തിരുവചനം വായിച്ചിട്ടുണ്ട്? പലപ്പോഴും നമ്മളെ വീടുകളിലേക്കൊക്കെ കടന്നു ചെന്ന തിരുവചനത്തെ ബൈബിള് ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും അത് എടുത്തുകൊണ്ടുവരുമ്പോൾ അത് നമുക്ക് കൈകൊണ്ട് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പല ഭവനങ്ങളിലും ബൈബിൾ സൂക്ഷിച്ചിരിക്കുക. നമ്മുടെ വിലപ്പെട്ട പല രേഖകൾ ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പല ഭവനങ്ങളിലും ഇന്ന് ബൈബിൾ ഉപയോഗിക്കുന്നു. കാരണം എന്താണ്? നമുക്കൊരു പേടിയും വേണ്ട, ഒരിക്കൽ പോലും ആ രേഖകൾ നഷ്ടമാവില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥം ആരും കൈകൊണ്ട് എടുക്കുകയോ തുറന്നു നോക്കുകയോ വായിക്കുകയോ ചെയ്യുന്നില്ല. അതിന്റെ വെളിച്ചത്തിൽ ആ സാധനങ്ങളെല്ലാം അവിടെ സുരക്ഷിതമാണെന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവം തന്നെയായ തിരുവചനം ആ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ആണ് ദൈവവുമായി നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ സംഭാഷണം നടത്തേണ്ടതും ദൈവത്തിന്റെ സ്വരം നമ്മൾ ശ്രവിക്കേണ്ടതും. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ആദ്യകാലത്തൊക്കെ ഈ നവീകരണത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് പ്രഭാതത്തിൽ എണീറ്റ് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിനപത്രം വരുന്നത് നോക്കി അങ്ങനെ ഇരിക്കും. പത്രമൊക്കെ വന്ന് വായിച്ചൊക്കെ തീർന്നതിന് ശേഷം സമയമുണ്ടെങ്കിൽ ബൈബിൾ ചിലപ്പോൾ ഒന്ന് വായിച്ചാലായി വായിക്കില്ല. എന്നാൽ നവീകരണത്തിലേക്കൊക്കെ വന്ന് ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച വചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതിന് ശേഷം, പ്രിയമുള്ള മക്കളെ, എന്ത് പത്രമല്ല, ഏത് പുസ്തകമല്ല, പ്രഭാതത്തിൽ എണീറ്റ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലിയതിനു ശേഷം
ഈ തിരുവചനം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം ദൈവവുമായി നമ്മൾ ധ്യാനിച്ചതിന് ശേഷം, എന്റെ ഈശോയെ പ്രഭാതത്തില് അങ്ങനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവചനം തുറന്ന് ഒരു വചനം വായിക്കും. ആ ദൈവം നമുക്ക് അന്ന് വേണ്ട ശക്തി, കൃപ ആ വചനത്തിലൂടെ നമുക്ക് നൽകും. നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ, നമുക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഈ വചനം നമ്മൾ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ, ഏത് പ്രതികൂലമായ അവസ്ഥകൾ കടന്നു വന്നാലും നമുക്കതിനെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ഈ നിമിഷത്തില് നമ്മളൊരു തീരുമാനമെടുക്കുക. ഇനി മുതൽ എന്റെ ജീവിതം പ്രഭാതത്തില് തിരുവചനം വായിച്ചതിന് ശേഷം മാത്രമേ പത്രമോ ടിവിയോ മറ്റുള്ള എന്ത് മാധ്യമങ്ങളിലേക്കും ഞാൻ കടന്നു ചെല്ലുകയുള്ളൂ. എന്റെ ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണം, ദൈവപിതാവായ ദൈവം അതിപ്രഭാതത്തിൽ കടന്നു വന്നുകൊണ്ട് മോനെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ അതീവ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുവാനും ആ വചനം വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുവാനുമായിട്ട് നമ്മൾ തയ്യാറാകണം. 1-ാം സങ്കീർത്തനം 2-3 വചനത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ജെറേമിയ 17:7 പറയുന്നു, അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെ ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. പ്രിയമുള്ളവരെ, ഈ തിരുവചനം നമ്മൾ ഹൃദയത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു വചനമാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ വചനം പറയാം. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. കർത്താവിന്റെ നിയമം എന്ന് പറഞ്ഞാല് കർത്താവിന്റെ വചനത്തിലാണ് അവന്റെ ആനന്ദം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനത്തിലായിരിക്കണം. രാവും പകലും അവൻ ഈ കർത്താവിന്റെ നിയമം ധ്യാനിക്കുന്നു. രാവും പകലും കർത്താവിന്റെ നിയമം ധ്യാനിക്കുന്ന ഒരു ദൈവമകനെ സംബന്ധിച്ചിടത്തോളം, അടുത്ത വചനത്തിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, വഴിയരികിൽ വീണ വിത്ത്, പാറയിൽ പുറത്ത് വീണ വിത്ത്, മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്. ഈ വിത്തുകളൊന്നും ഫലം പുറപ്പെടുവിക്കാതെ കടന്നു പോകുന്നത് നമ്മൾ കാണാം. എന്നാൽ ശരിയായി ഒരുക്കപ്പെട്ട ഒരു ഹൃദയത്തില് കർത്താവിന്റെ നിയമം സ്ഥിരം ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയാണ്, വടവൃക്ഷം പോലെ. നീർച്ചാലിൽ നിന്നും ജലം എപ്പോഴും സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ഇലകളെല്ലാം എപ്പോഴും നല്ല കൊഴുത്ത് മറ്റുള്ളവർക്ക് തണലേകിക്കൊണ്ട് മറ്റുള്ളവർക്ക് ബലം പുറപ്പെടുവിച്ചുകൊണ്ട് എത്ര ശക്തമായ കാറ്റടിച്ചാലും അതിന്റെ ശിഖരങ്ങളോ അതിനെ കടമുഴുകി വീഴിക്കുവാൻ ആ കാറ്റിന് ശക്തി ഇല്ല, ഉണ്ടാകുകയില്ല. അതുപോലെ ദൈവത്തിന്റെ തിരുവചനത്തിൽ അടിയുറച്ചുകൊണ്ട് ദൈവവും തിരുവചനം വായിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രൈസ്തവ ജീവിതം പടുത്തുയർത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ഏതെന്ത് തകർച്ചകൾ വന്നാലും, എന്ത് രോഗങ്ങൾ കടന്നു വന്നാലും, എന്തു വന്നാലും ആ പ്രതിസന്ധികളൊന്നും അവനെ തകർക്കാൻ പോരുന്നതല്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തില് ഇങ്ങനെ കർത്താവ് പറയുന്നു, ദൈവവചനം സ്വീകരിച്ച് എന്നേക്കും അതിൽ ജീവിക്കുന്നവൻ പാറപ്പുറത്ത് പണിത ഭവനത്തിന് സദൃശനായ വിവേകമതിയായ മനുഷ്യന് സദൃശനാണ് എന്ന്. പാറയുടെ പുറത്ത് പണിത ഭവനം നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. മഴ പെയ്തു, കാറ്റടിച്ചു, അതിന്റെ അടിത്തറ ശക്തമായതിനാല് ആ ഭവനത്തിന് ഒരു കേടും സംഭവിച്ചില്ല എന്നതുപോലെയാണ് യഥാർത്ഥമായ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തില് അവന് ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങളോ പാപത്തിന്റെ മേഖലകളോ തകർച്ചകളോ ഒന്നും അവന് കീഴടക്കാനോ അതിജീവിക്കുവാനോ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ദൈവ തിരുവചനം സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മളെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നു. ഒന്നാമതായിട്ട് വചനം നമ്മളെ ഓരോരുത്തരെയും എളിമയിലേക്ക് നയിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഗബ്രിയേൽ മാലാഖ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സുസ്തി. മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. അമ്മ വചനം മാംസം ധരിച്ചപ്പോൾ ആ നിമിഷം മുതല് അമ്മ പറയുന്നുണ്ട് സ്തോത്രഗീതത്തിലൂടെ, അവിടുന്ന് ഈ ദാസിയുടെ എളിമയെ കടാക്ഷിച്ചു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന്. നമ്മളിലെ വചനം കടന്നു വരുമ്പോൾ, വചനം ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങുമ്പോൾ
നമ്മുടെ ഒരു എളിമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരും. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ പോലും നമുക്ക് കാണാം, നമ്മളൊരു വാഴ നട്ടുപിടിപ്പിച്ചു, അതിന് വളമിട്ട് കഴിഞ്ഞാൽ ആ വാഴ വളർന്ന് വളർന്ന് വലുതായി അതിന് കുല വരാനാകുമ്പോൾ, കുലച്ചു കഴിയുമ്പോൾ, പ്രിയമുള്ളവർ, അത് ഫലം പുറപ്പെടുവിക്കുമ്പോൾ അതിന്റെ കുല നേരെ താഴോട്ട് തൂങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണാം. ഏത് ഫലവൃക്ഷത്തെ എടുത്താലും അത് ഫലം പുറപ്പെടുവിക്കുന്ന സമയത്ത് അത് താഴോട്ട് തൂങ്ങി നിൽക്കുന്നു. എളിമയുടെ തലത്തിലേക്ക് ഫലം പുറപ്പെടുവിക്കുമ്പോൾ അത് എളിമയുടെ തലത്തിലേക്ക്, പ്രകൃതിയിൽ പോലും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയെ പോലെ തന്നെ വചനം മാംസമായി ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിക്കപ്പെട്ടപ്പോൾ വലിയ എളിമയിലേക്ക് അമ്മ കടന്നു വന്നതുപോലെ നമുക്കും വചനം സ്വീകരിച്ച് എളിമയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ വചനം നമുക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. നമുക്കറിയാം, വെറും മീൻപിടുത്തക്കാരായിരുന്ന ശിഷ്യന്മാരെ യേശു വിളിച്ചു, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. യേശുവിന്റെ കൂടെ തിരുവചനം സ്വീകരിച്ചുകൊണ്ട് അവരെ യേശു പഠിപ്പിച്ചു. ഓരോ വചനത്തിലൂടെ അവർ വളർന്നു വന്നപ്പോൾ, ദൈവിക ജ്ഞാനത്തിൽ വളർന്നപ്പോൾ, ഈ ലോകമെങ്ങും പോയി ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അനേകായിരങ്ങളെ യേശുവിന് വേണ്ടി നേടുകയും ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും രക്തസാക്ഷിത്വം ഭരിക്കുവാനായിട്ടുള്ള ജ്ഞാനവും വിവേകവും ദൈവത്തിൽ നിന്ന് അവർക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ തിരുവചനം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. പല കഠിന ഹൃദയരായിട്ടുള്ള ദൈവമക്കളും ധ്യാനമെല്ലാം കൂടാനായിട്ട് കടന്നുപോയി. ധ്യാനം ഒരു 4-5 ദിവസത്തെ ധ്യാനമെല്ലാം കൂടി കടന്നു വരുമ്പോൾ അവരുടെ കഴിഞ്ഞകാല പാപത്തിന്റെ അവസ്ഥകളിൽ നിന്നെല്ലാം ആ പാപാവസ്ഥകളെല്ലാം വെറുത്തുപേക്ഷിച്ച് നല്ല ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് തിരുവചനം നമ്മൾ കാണുന്നുണ്ട്, സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നപ്പോൾ സക്കേവൂസ് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് തനിക്കുണ്ടായിരുന്ന സ്വത്ത് ദരിദ്രർക്ക് ദാനം നൽകിക്കൊണ്ട് താൻ വഞ്ചിച്ചെടുത്തെല്ലാം 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ കേട്ട ഈ തിരുവചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് ദൈവത്തിന്റെ തിരുനാമത്തില് ഈ നിമിഷത്തിൽ ഒരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ യേശുവിന്റെ വചനം, ആത്മാവും ജീവനുമായ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് 100 മേനി ഫലം പുറപ്പെടുവിക്കും. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമാകുന്ന വചനത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് മുതൽ കൂട്ടുന്നവരായി ദൈവത്തിന്റെ ശിഷ്യന്മാരെ പോലെ ഞങ്ങളും മാറണമേ എന്ന് ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് വചനം കേട്ടപ്പോൾ പാപിനിയായ സമറിയക്കാരി അനേക ആത്മാക്കളെ ദൈവത്തിനു വേണ്ടി നേടിയതുപോലെ ദൈവമേ, എൻ്റെ ജീവിതത്തിലും അങ്ങേക്ക് വേണ്ടി ഞാൻ അനേകം ആത്മാക്കളെ നേടുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ.